ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴം വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ട്. ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ 2 നേന്ത്രപ്പഴം ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ 2 നേന്ത്രപ്പഴം ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പഴം ഏകദേശം ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി നല്ലപോലെ ഒന്ന് ആയി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗളിൽ ഒരു 4 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളവും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മാറ്റി വഴറ്റി വെച്ചിരിക്കുന്ന പഴം എടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അതിനുശേഷം മാവിലൊന്ന് മുക്കിയിട്ട് നമുക്ക് നേരെ ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. രണ്ട് ഭാഗവും നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ഇപ്പം നല്ലപോലെ ഒന്ന് 2 വശവും നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്നും മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.